भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭവഭയമപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുപജഹ്രേ ഭൃംഗവദ്വേദസാരം. അമൃതമുദധിതശ്ചാപായൽ ഭൃത്യവർഗാൻ പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 842 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 21 അധ്യായത്തിൽ 5 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഭൂമ്യംബഗ്നിലാകാശ ഭൂതാനാം പഞ്ചധാതവ ആബ്രഹ്മസ്ഥാവരാദീനാം ശാരീര ആത്മസംയുത. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഉദ്ധവന് നൽകുന്ന ഉപദേശങ്ങൾ ഇതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവഗീത എന്നുള്ള രീതിയിൽ ഇവിടെ ഭഗവാൻ പറയുകയാണ്, ആബ്രഹ്മസ്ഥാവരാദീനാം, ബ്രഹ്മാവ് മുതൽ സ്ഥാവരം വരെയുള്ള ഭൂതാനാം, ഭൂതങ്ങളുടെ ശാരീര, ശരീരങ്ങളെ ഉണ്ടാക്കി തീർക്കുന്ന പഞ്ചധാതവ, 5 ധാതുക്കൾ. ഭൂമ്യംബഗ്നിലാകാശ, ഭൂമി, ജലം, തീയ്, വായു, ആകാശം. ആത്മസംയുതാഹ, ആത്മാവിനോട് ചേർച്ചയുള്ളതാകുന്നു എന്നാണ്. ഇപ്പൊ തുല്യവസ്തുക്കൾ തന്നെയാണ് യോഗ്യതായോഗ്യതകൾ കൽപ്പിച്ചത് എന്ന് പറഞ്ഞതിനെ കൂടുതൽ വ്യക്തമാക്കുകയാണ് ഭഗവാൻ. എല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എന്നാണ്. ഇപ്പൊ ഇവിടെ അഭിമാനത്തെ പരിഹരിക്കുക, ഇതാണ് വേണ്ടത്. ദേഹത്തിലെ അഭിമാനം കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരാളെ താണവനായിട്ടും വേറൊരാളെ ഉയർന്നവനായിട്ടും കരുതുന്നു. അത് തെറ്റാണെന്നാണ്. ക്രമത്തിൽ എല്ലാവരെയും ഉയർത്തുക എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു ഭേദം കൽപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ താൻ ഉന്നതനാണ് എന്ന ഉത്കർഷമോ താൻ അധമനാണ് എന്നുള്ള അപകർഷമോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ഭഗവാൻ പറയുന്നു. ബ്രഹ്മാവ് മുതൽ സ്ഥാവരം വരെയുള്ള സകലതും പഞ്ചഭൂതാത്മകമാണ്. എല്ലാവരുടെയും ദേഹം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചധാതുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അചേതനമായ ദേഹവും അതിൽ ചൈതന്യ സംബന്ധവും എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. എല്ലാവരുടെ ഉള്ളിലും മിന്നിത്തിളങ്ങുന്ന ചൈതന്യം ഒന്ന് തന്നെ. അപ്പോ
ചേതനവും ഭൂതങ്ങളും എല്ലാവരിലും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് പ്രകൃത്യാ തന്നെ ഒരാൾക്ക് ഉയർച്ചയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് താഴ്ചയോ കൽപ്പിക്കാൻ സാധിക്കില്ല. സർവ പ്രാണികൾക്കും ഐക്യരൂപ്യമുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. വേദേന നാമരൂപാണി വിഷമാണി സമേഷ്വപി ധാതുഷുദ്ധവ കൽപ്യന്ത ഏതേഷാം സ്വാർത്ഥസിദ്ധയെ. ഹേ ഉദ്ധവ, സമേഷു അപി ധാതുഷു, തുല്യങ്ങളായ ഭൂതങ്ങളിലും, വിഷമാണി നാമരൂപാണി, തുല്യങ്ങളല്ലാത്ത നാമങ്ങളെയും രൂപങ്ങളെയും, ഏതേഷാം, ഇവയുടെ സ്വാർത്ഥസിദ്ധയെ, സ്വകാര്യസിദ്ധിക്കായിക്കൊണ്ട്, വേദേന കൽപ്യന്തേ, വേദത്തിൽ അല്ലെങ്കിൽ വേദങ്ങളാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ജീവജാലങ്ങൾക്ക്, പ്രാണികൾക്ക് പ്രകൃതിയെ അടക്കി പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കാനുള്ള ശക്തി ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വസ്തുക്കൾ തുല്യമാണെന്നിരിക്കലും വ്യത്യസ്തങ്ങളായിട്ടുള്ള നാമരൂപങ്ങൾ വേദം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ദേശകാലാഭിഭാവാനാം വസ്തൂനാം മമ സത്തമ ഗുണദോഷവും വിധീയേതേ നിയമാർത്ഥം ഹി കർമ്മണാം. ദേശകാലാദിഭാവാനാം, ദേശം, കാലം, പദാർത്ഥം, ഇങ്ങനെ വസ്തൂനാം സ്വീകരിക്കത്തക്കവയ്ക്കെല്ലാം സത്തമഹ, ഹേ ശ്രേഷ്ഠനായിരിക്കുന്ന ഉദ്ധവ, മമ കർമ്മണാം, എന്നാൽ കർമ്മങ്ങളുടെ നിയമാർത്ഥം ഗുണദോഷവും വിധീയതേ, നിയമത്തിന് വേണ്ടിയിട്ടാണ് ഗുണദോഷങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ദേഹങ്ങൾക്ക് മാത്രമല്ല, ദേശത്തിനും കാലത്തിനും ആ പദാർത്ഥത്തിനും എന്നിങ്ങനെ സകല വസ്തുക്കൾക്കും നാമരൂപഭേദങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ തന്നെയാണെന്നാണ്. സ്വാഭാവികമായ ഗതികളെ ക്ലിപ്തമായ ഒരാചാരത്തിലേക്ക് കൊണ്ടുവന്ന് പ്രവൃത്തി അവസാനിപ്പിച്ച് അവസാനം ആ ജീവനെ നിവൃത്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം കർമ്മങ്ങൾ ചെയ്യുകയും പിന്നെ കർമ്മങ്ങളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് ഭഗവാൻ പറയുന്നു. അകൃഷ്ടസാരോ ദേശാനാമബ്രഹ്മണ്യോ അശുചിർഭവേൽ കൃഷ്ണസാരോപ്യസൗവീരകീകടാ സംസ്കൃതേരിണം. ദേശാനാം, ദേശങ്ങളുടെ കൂട്ടത്തിൽ അകൃഷ്ണസാരഹ, കൃഷ്ണസാരമില്ലാത്തതും, അബ്രഹ്മണ്യ, ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തതും, അശുചി, ശുദ്ധിയില്ലാത്തതും ആയി മാറും. അപ്പോ കൃഷ്ണസാരഹ അപി, കൃഷ്ണസാരമുള്ളതാണെങ്കിലും അസൗവീരകീകടാ സംസ്കൃതേരിണം, സത്പുരുഷന്മാരില്ലാത്തതും കീകടം എന്ന് പേരുള്ളതും സംസ്കാരം വരുത്താത്തതും ഊഷരപ്രദേശമായതും അരുചി, അശുദ്ധമാവുന്നു എന്നാണ്. ഇപ്പൊ ദേശങ്ങളിൽ വെച്ച് ഏതൊക്കെയാണ് നല്ലത്? കൃഷ്ണമൃഗം ഇല്ലാത്ത ദേശം ശുദ്ധമല്ല എന്നാണ്. ഇതാണ് കൃഷ്ണസാരം എന്ന് പറഞ്ഞത്. ബ്രാഹ്മണ ഭക്തിയില്ലാത്ത ജനങ്ങളുടെ നിവാസസ്ഥാനമായിട്ടുള്ള ദേശം ശുദ്ധമല്ല. കൃഷ്ണമൃഗം ഉണ്ട് എങ്കിലും സൽപുരുഷന്മാരില്ല, കീകടം എന്ന് പേരുള്ള അടിച്ചു തളിച്ച് ശുദ്ധിപ്പെടുത്താത്ത ഊഷരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അശുദ്ധമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ചിലത് അശുദ്ധമാണെന്നും ചിലത് ശുദ്ധമാണെന്നും പറയുന്നത് ആ ശുദ്ധിയിലേക്ക് എത്താനും ശുദ്ധിയിലൂടെ ഭഗവാനിലേക്ക് എത്താനുമുള്ള വഴിയാണ് എന്ന് പറയുകയാണ്. കർമ്മണ്യോ ഗുണവാൻ കാലോ ദ്രവ്യത സ്വത ഏവ യതോ നിവർത്തതേ കർമ്മ സദോഷോ അകർമ്മക സ്മൃത. ഇനി ദ്രവ്യത, സാധനത്തിന്റെ സമ്പൂർത്തി കൊണ്ടോ, സ്വത ഏവ, സ്വാഭാവികമായിട്ടോ, കർമ്മണ്യ, കർമ്മത്തിന് യോഗ്യതയുള്ള കാലം, സമയം, ഗുണവാൻ, അത് ഗുണകരമാണ്, ശുഭസമയമാണ്. യഥ, ഏത് സമയത്തിൽ കർമ്മം നിവർത്തതെ, ചെയ്യാതിരിക്കേണ്ടതായി വരുന്നുവോ, അകർമ്മക, കർമ്മത്തിന് നന്നല്ലാത്തതായ ആ കാലം, സദോഷ, ദോഷമുള്ളതാണ് എന്ന് സ്മൃത, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കാലത്തിന്റെ ശുഭത്തെയും അശുഭത്തെയുമാണ് പിന്നീട് ഭഗവാൻ പറഞ്ഞത്. ആവശ്യമുള്ള സാധനങ്ങൾ സിദ്ധിക്കുന്നത് കൊണ്ടോ സ്വതേ തന്നെയോ സുഖം ലഭിക്കുന്ന ഒരു കാലം, അത് കർമ്മത്തിന് പറ്റിയതായതുകൊണ്ട് അത് ശുഭകാലം. സാധനങ്ങൾ കിട്ടണില്ല, കർമ്മത്തിന് ഉചിതമല്ലാത്ത കാലമായി മാറുന്നു, അപ്പൊ അത് അശുഭകാലമാണ്. ഇവിടെ പറയുകയാണ്, ഈ എന്തെങ്കിലും അശുദ്ധി വന്നു കഴിഞ്ഞാൽ
സൂതകം തുടങ്ങിയവ ഉണ്ടായാൽ 10 ദിവസത്തിന് അശുചി. അപ്പോ അങ്ങനെ കർമ്മത്തിന് യോഗ്യമല്ലാത്ത കാലമല്ലാത്തത് കൊണ്ട് ആ വക കാലത്തെ ദോഷകാലം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അശുഭകാലം എന്ന് പറയുന്നു. അല്ലെ, പ്രസവിച്ചിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അശുദ്ധി. പിന്നെ പറയുകയാണ്, ദ്രവ്യസ്യ ശുദ്ധ്യശുദ്ധീ ച ദ്രവ്യേണ വചനേന ച സംസ്കാരേണാധ കാലേന മഹത്വാൽപതയാധവ. ദ്രവ്യസ്യ ദ്രവ്യേണ പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥം കൊണ്ടും, വചനേന ച വാക്കുകൊണ്ടും, സംസ്കാരേണ അതിന്റെ പരിഷ്കാരം കൊണ്ടും, കാലേന കാലം കൊണ്ടും, മഹത്വാൽപതയ മഹത്വം വലുത്, അല്പത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത്. അപ്പൊ വലുത് ചെറുത് എന്ന ഭേദം കൊണ്ടും ശുദ്ധ്യശുദ്ധി ശുദ്ധവും അശുദ്ധിയും ഉണ്ടാവും. ഇപ്പൊ വസ്തു എന്ന് പറയപ്പെടുന്ന ദ്രവ്യങ്ങൾക്ക് ശുദ്ധ്യാശുദ്ധികൾ എങ്ങനെ ഉണ്ടാവുന്നു? ദ്രവ്യത്തിന് മറ്റൊരു ദ്രവ്യം കൊണ്ട് ഉണ്ടാവാം, വാക്കുകൊണ്ട് ശുദ്ധി ഇല്ലാതെയാവാം, സംസ്കാരം കൊണ്ടും കാലം കൊണ്ടും വലിപ്പം കൊണ്ടും ചെറുപ്പം കൊണ്ടും ഇങ്ങനെ ശുദ്ധിയും അശുദ്ധിയും ഉണ്ടാവും. നോക്കൂ, വസ്ത്രം തുടങ്ങിയ പദാർത്ഥങ്ങൾക്ക് അശുദ്ധിയുണ്ട്. അപ്പൊ എന്ത് വേണം? ജലം ഉപയോഗിച്ച് അതിനെ കഴുകിക്കഴിഞ്ഞാൽ ഈ വസ്ത്രത്തിന്റെ അശുദ്ധി ഇല്ലാതെയായിട്ട് തീരും. അത് ആ പദാർത്ഥം ശുദ്ധമാവും. ശുദ്ധമോ അശുദ്ധമോ എന്ന് ചോദിക്കുമ്പോൾ ശുദ്ധം എന്ന വാക്ക് പറഞ്ഞ ശുദ്ധാവും, അല്ലേ? അശുദ്ധാണെന്ന് പറഞ്ഞാലോ അശുദ്ധാവും. ഒരാളോട് ചോദിക്കുക, അത് ശുദ്ധാണോ? ശുദ്ധാണ് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധായിട്ട് തന്നെയാണ് സങ്കല്പിക്കുക. അപ്പൊ വാക്കുകൊണ്ടും ശുദ്ധ്യാശുദ്ധി ഉണ്ടാവാം. പിന്നെ പുഷ്പം തുടങ്ങിയവ, പൂക്കളൊക്കെ കൊണ്ടുവച്ചാൽ എങ്ങനെയാ അതിന് ശുദ്ധാക്കി എടുക്കുക? അതിലേക്ക് വെള്ളം തളിക്കുക. പൂജകന്മാര് മേശാന്തിമാരൊക്കെ കാണിക്കുന്ന കണ്ടിട്ടുണ്ടാവും. നമ്മള് പൂവ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവർ തളിച്ചെടുക്കും. തളിക്കുമ്പോ ആ പൂവ് ശുദ്ധമായിട്ട് തീരും. അതേ പൂവ് തന്നെ തളിക്കുമ്പോ ശുദ്ധമാകണു, അതെടുത്ത് ഘ്രാണിച്ചാലോ വാസനിച്ചു കഴിഞ്ഞാലോ ആ പൂവ് അശുദ്ധമായിട്ട് തീരും. പിന്നെ പുതുമഴ പെയ്ത് വെള്ളം ഉണ്ടായി, 10 ദിവസം കഴിഞ്ഞാൽ ശുദ്ധം അല്ലെങ്കിൽ അശുദ്ധം. ഒരു രാത്രി കഴിഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അശുദ്ധമായിട്ട് തീരുന്നു. കുളം വലുതായിരുന്നാൽ ശുദ്ധം, എല്ലാവർക്കും ഉപയോഗിക്കാം. ചെറുതായാലോ മറ്റ് അശുദ്ധിയുള്ള ആളുകൾ തൊട്ടാൽ ആ കുളം അശുദ്ധമായിട്ട് തീർന്നു. ഇങ്ങനെ ഈ ദ്രവ്യത്തിന് പല രൂപത്തിൽ ശുദ്ധ്യാശുദ്ധി ഉണ്ട് എന്ന് പറയുന്നു. മറ്റൊരു ദ്രവ്യം കൊണ്ട്, വാക്കുകൊണ്ട്, സംസ്കാരം കൊണ്ട്, കാലം കൊണ്ട്, വലിപ്പം കൊണ്ട്, ഇതുകൊണ്ടൊക്കെ ശുദ്ധിയും അശുദ്ധിയും ഉണ്ടാവും എന്ന് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നു. ശക്തിയാശക്തിയാധവാ ബുദ്ധ്യാ സമൃദ്ധ്യാ ചയദാത്മനെ അഖം കുറുവന്തി യഥാ ദേശാവസ്ഥാനുസാരത. ശക്തിയ അശക്തിയ, ശക്തി കൊണ്ടും അശക്തി കൊണ്ടും, ബുദ്ധിയ സമൃദ്ധ്യ അറിവ് കൊണ്ടും ദ്രവ്യാദി സമൃദ്ധി കൊണ്ടും ശുദ്ധ്യശുദ്ധികൾ ഉണ്ടാവും. ദേശാവസ്ഥാനുസാരത, ദേശത്തെയും അവസ്ഥയും അനുസരിച്ച്, യത്ത് ഏത് കാരണം കൊണ്ടാണോ ആത്മനെ അഖം കുറുവന്തി ആത്മാവിനായിക്കൊണ്ട് ദോഷത്തെ ചെയ്യണു, യഥാ എങ്ങനെ അയാൾ സാധിക്കുമോ അങ്ങനെ ചെയ്യണം എന്നാണ്. അപ്പൊ ശക്തിയും അശക്തിയും ബുദ്ധിയും ശുദ്ധ്യശുദ്ധികൾക്ക് കാരണമാണ് എന്ന് പറയുകയാണ്. ദേശം തുടങ്ങിയ അവയുടെ വിശേഷ സ്ഥിതികൾ ശുദ്ധ്യത്തിനും അശുദ്ധിക്കും കാരണമായിട്ട് തീരും. എങ്ങനെയാണ്? ശക്തിയുള്ള ആളുകൾക്ക് സ്നാനാദികൾ കൊണ്ട് ശുദ്ധി വരും. എന്നാൽ ശക്തിയില്ല, അസുഖം ബാധിച്ചിരിക്കുകയാണ്, അങ്ങനെയുള്ള ആളുകൾക്കോ അശക്തനാണ്. അപ്പൊ സ്നാനം കൊണ്ട് ശുദ്ധി വരുന്ന ആ ശുദ്ധി തന്നെ പുതുവസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ശുദ്ധിയായി. ഒരു കുട്ടിയുണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധിയുണ്ട്. 10 ദിവസം കഴിഞ്ഞറിഞ്ഞാലോ പിന്നെ അശുദ്ധിയില്ല. അപ്പൊ കാലത്തിന് ഈ ശുദ്ധിയും അശുദ്ധിയെയും തീരുമാനിക്കാൻ സാധിക്കും. പുത്രജനനം അറിഞ്ഞതേയില്ല, അതുകൊണ്ട് അശുദ്ധിയില്ല. ധനമുള്ളവന് സൂതകം മുതലായ അശുദ്ധിയുള്ളവരുടെ ഭക്ഷണം കഴിക്കരുത്, അശുദ്ധിക്ക് കാരണമാണത്. ദരിദ്രർക്ക് ആ ഭക്ഷണം അശുദ്ധമല്ല, അവർക്ക് അതേ നിവൃത്തിയുള്ളൂ. അപ്പൊ ഏതുവിധമായ ശുദ്ധിയും അശുദ്ധിയും ദേശകാലാവസ്ഥകൾക്ക് അനുസരിച്ചേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ ഇവിടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ
പാൻറ്റും ഒക്കെ ഷർട്ടൊക്കെ അഴിച്ചു മാറ്റി എന്നിട്ടാണ് നമ്മൾ പോവുക. എന്നാൽ വടക്കൻ ഭാരതത്തിൽ പോയാലോ പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് അകത്തേക്ക് കയറാം. ഇത് കാരണം അവിടെ അത് അശുദ്ധിയല്ല, ഇവിടെ അത് അശുദ്ധിയാണ്. നിർഭയ സ്ഥാനങ്ങളിൽ സ്നാനാദികൾ കൊണ്ട് മാത്രമേ ശുദ്ധി വരുള്ളൂ. ഭയമുള്ള സ്ഥാനങ്ങളിലോ സ്നാനമില്ലെങ്കിലും ശുദ്ധി വരും. യൗവനമുള്ളപ്പോൾ സ്നാനാദികൾ ശുദ്ധമാണ്. കുട്ടികൾക്കും വൃദ്ധന്മാർക്കും അതില്ല, അതുകൊണ്ട് സ്നാനം വേണമെന്നില്ല. അതില്ലാതെ അവർക്ക് ശുദ്ധി ഉണ്ടാവും. അപ്പോ ദേശം കാലം തഥാത്മാനം ദ്രവ്യം ദ്രവ്യ പ്രയോജനം ഉപപത്യം അവസ്ഥാം ച ജ്ഞാത്വാ ശൗചം പ്രകൽപ്പയേൽ. ശുദ്ധിയെ കുറിച്ച് എങ്ങനെയാ പറയണത്? ദേശം, കാലം, അവസ്ഥ, ദ്രവ്യത്തിന്റെ സ്ഥിതി, ഇങ്ങനെ സകല സംഗതികളും നല്ല പോലെ ആലോചിച്ച ശേഷം മാത്രമേ ശൗചം വിധിക്കാവൂ. അപ്പൊ അതുകൊണ്ട് ശൗചവിധി ആരെയും ഉപദ്രവിക്കാൻ പാകത്തിന് ആവരുത് എന്നാണ്. ഒരാളുടെ ആ കാലം, ദേശം, അവസ്ഥ ഇതൊക്കെ നോക്കിയിട്ട് വേണം ശുദ്ധമാണോ അശുദ്ധമാണോ എന്ന് തീരുമാനിക്കാൻ. ധാന്യദാർവസ്ഥിതന്തൂനാം രത്സതൈജസചർമ്മണാം കാലവായു അഗ്നിമൃത്തോയൈ പാർത്ഥിവാനാം യുതായുതൈ. ധാന്യദാർവസ്ഥിതന്തൂന, ധാന്യം, പിന്നെ മരം, അതേപോലെ എല്ല്, തന്തു എന്ന് പറഞ്ഞാൽ നൂല്, ഇവയ്ക്ക് രസതൈജസ ചർമ്മണാം, പാല് മുതലായ ദ്രവദ്രവ്യങ്ങൾ, സ്വർണം മുതലായ ലോഹങ്ങൾ, മൃഗത്തോൽ തുടങ്ങിയവ, പാർത്ഥിവാന പൃഥ്വിയിൽ നിന്നുണ്ടാകുന്ന മറ്റു പദാർത്ഥങ്ങൾക്ക്, യുതായുതൈ പ്രത്യേകമായും അത് ചെയ്യുന്ന കാലവായു അഗ്നിമൃത്തോയെ, കാലം, വായു, അഗ്നി, മണ്ണ്, വെള്ളം ഇവ കൊണ്ട് ശുദ്ധിയും അശുദ്ധിയും ഉണ്ടാവും എന്ന് ഭഗവാൻ പറഞ്ഞു വെക്കും. ഒരു ദ്രവ്യത്തിന് മറ്റൊരു ദ്രവ്യം കൊണ്ട് ശുദ്ധി ഉണ്ടാവും എന്ന് മുമ്പ് പറഞ്ഞു. നെല്ല് തുടങ്ങിയ ധാന്യങ്ങള് എപ്പോഴാ ശുദ്ധാവുക? നമ്മൾ പൂജയ്ക്കൊക്കെ നെല്ല് ഉപയോഗിച്ചാൽ, അത് സൂര്യപ്രകാശം കാണിച്ചാൽ അല്ലെങ്കിൽ കാറ്റ് തട്ടിയാൽ അത് ശുദ്ധമാവുന്നതാണ്. അതുകൊണ്ട് പൂജയൊക്കെ കഴിഞ്ഞാൽ ഈ നെല്ലൊക്കെ എടുത്ത് പുറത്തു വയ്ക്കും. അപ്പൊ ധാന്യങ്ങളുടെ കാര്യം അങ്ങനെയാണ്. മരം കൊണ്ടുള്ള പാത്രങ്ങൾ വെള്ളം ഒഴിച്ച് മണ്ണ് കൂട്ടി തേച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധമായി. ഇങ്ങനെയാണ്. പിന്നെ അതേപോലെ ആനക്കൊമ്പ്, എല്ല് ഇതൊക്കെ കാറ്റും വെയിലും ഏറ്റു കഴിഞ്ഞാൽ ശുദ്ധമായി എന്ന് പറയുന്നു. നൂൽ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളോ വെള്ളത്തിൽ നനച്ചു കഴിഞ്ഞാൽ ശുദ്ധമായി. പിന്നെ നെയ്യ്, പാല് തുടങ്ങിയ ദ്രവസാധനങ്ങൾ കാച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധമാവും. പാല് നമ്മൾ ഒരാൾ തൊട്ടത് മറ്റേ ആൾ ഉപയോഗിക്കാറില്ല, പക്ഷേ അത് നെയ്യായി മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ പറയുന്നു, മൃഗങ്ങളുടെ തോൽ അത് എണ്ണയിലിട്ടാൽ ശുദ്ധമാവും എന്നാണ് കണക്ക്. ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് പദാർത്ഥങ്ങളുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും അശുദ്ധി കളയാനോ മറ്റോരോ പദാർത്ഥങ്ങൾ അതിനോട് യോജിപ്പിക്കുക, തളിക്കുക, തേക്കുക, ചൂടുപിടിപ്പിക്കുക, ഇങ്ങനെ പ്രവൃത്തികളിലൂടെ ശുദ്ധിയും അശുദ്ധിയും മാറി മാറി വരുന്നു. ഇത് സ്വേച്ഛാചാരത്തെ നിർത്തി ഗുണദോഷ വിചാര ബുദ്ധി വർദ്ധിപ്പിക്കാൻ മാത്രമായാൽ യഥാസൗകര്യം നിവർത്തിക്കാവുന്നതും വിട്ടുകളയാവുന്നതുമാണ് എന്ന് ഭഗവാൻ ഭംഗ്യധര്യേണ ഇവിടെ സൂചിപ്പിച്ചു. അമേധ്യലിപ്തം യദ്യേന ഗന്ധം ലേപം വ്യപോഹതി ഭജത്തെ പ്രകൃതിം തസ്യ തച്ഛൗചം താവദിഷ്യത്തെ. അമേധ്യലിപ്തം അശുദ്ധദ്രവ്യങ്ങളാൽ സംബന്ധിക്കപ്പെട്ട പദാർത്ഥം. യത് യേന യാതൊന്നാണോ യാതൊരു സാധനം കൊണ്ട് ഗന്ധം ലേപം ദുർഗന്ധവും അശുദ്ധ വസ്തുവും വ്യപോഹതി നശിക്കുന്നത് തസ്യ പ്രകൃതി അതിൻ്റെ ശരിയായ സ്വഭാവത്തെ ഭജേത പ്രാപിക്കുന്നുവോ തത് ശൗചം ഇഷ്യത്തെ അത് ശുദ്ധി എന്ന് പറയുന്നു. അശുദ്ധം എന്ന് കൽപ്പിക്കപ്പെട്ട വസ്തുക്കളെ ശുദ്ധമാക്കാനുള്ള സമ്പ്രദായമാണ് പറഞ്ഞത്. ഇനി അശുദ്ധ പദാർത്ഥങ്ങളുടെ സമ്പർക്കം കൊണ്ട് ഉണ്ടാകുന്ന അശുചി പരിഹരിക്കാനുള്ള ക്രമമാണ് പറയുന്നത്. അശുദ്ധ വസ്തുക്കൾ പറ്റിയാൽ സ്വീകാര്യമല്ലാതിരിക്കുന്ന വസ്ത്രാദി വസ്തുക്കൾ ഏത് പദാർത്ഥങ്ങൾ കൊണ്ടാണോ എത്രത്തോളം തേച്ച് കഴുകിയാൽ ശുദ്ധാവുക അത്രയും. ഇപ്പോ
എന്തെങ്കിലും മോശമായിട്ടുള്ള ദുർഗന്ധമുള്ള വസ്തു നമ്മുടെ വസ്ത്രത്തിൽ തട്ടി, ആ വസ്ത്രത്തെ കഴുകണം. എപ്പോഴാണ് അത് ശുദ്ധാവുക? അതിൻ്റെ ദുർഗന്ധം നഷ്ടപ്പെടുമ്പോൾ. അങ്ങനെ ശുദ്ധി വരിച്ചാൽ, അല്ലെങ്കിൽ ശുദ്ധി വരുത്തി കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതിന് യോഗ്യമായിട്ട് തീരും. ഓരോ വസ്തുക്കളുടെ മറഞ്ഞുപോയ സ്വഭാവം ഏത് തരത്തിൽ പ്രയോഗിച്ചാൽ ആ വസ്തുക്കൾക്ക് പഴയത് തിരിച്ചു കിട്ടുമോ അതുവരെ സംസ്കരിക്കുക. ഇതിനാണ് ശൗചം എന്ന് പറയുന്നത്. സ്നാന ദാന തപോവസ്ഥാ വീര്യ സംസ്കാര കർമ്മഭി മൽസ്മൃത്യാ ചാത്മന ശൗചം ശുദ്ധം കർമാചരേൽ ദ്വിജ. സ്നാനദാന തപോവസ്ഥാ വീര്യ സംസ്കാര കർമ്മഭി. സ്നാനം, കുളിക്കുക, ദാനം ചെയ്യുക, അതേപോലെ തന്നെ ആ കൃച്ഛാദികൾ നടത്തുക, ബാല്യാവസ്ഥയിലിരിക്കുക, ശക്തി ഉണ്ടായിരിക്കുക, ഉപനയനം കഴിഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള പല പ്രവൃത്തികൾ കൊണ്ട് മൽസ്മൃത്യ എന്നെ സ്മരിക്കുന്നത് കൊണ്ടും ആത്മനഹ ശൗചം ആത്മാവിന്റെ ശുദ്ധി ഉണ്ടാവും. ദ്വിജഹ ബ്രാഹ്മണൻ മാത്രമല്ല എല്ലാവരും ശുദ്ധനായി കർമ്മത്തെ ആചരിക്കണം. അപ്പൊ ദ്രവ്യശുദ്ധി വിവരിച്ച ശേഷം പറയാണ് പുരുഷന്റെ ശുദ്ധിയെ കുറിച്ച് പറയുന്നു. പ്രവർത്തിക്കുന്നതിന് ഞാൻ പ്രവർത്തിക്കുന്നതാണ് എന്ന ബുദ്ധി സാധാരണ ആളുകൾക്ക് ഉണ്ടാവും, അഹന്ത എന്ന് പറയും. അപ്പോ അവൻ ശുദ്ധനാണ് എന്നുള്ള ഭാവവും കർമാദികൾ കൊണ്ട് ഉണ്ടാവണം. അതിനുള്ള പ്രവൃത്തിയാണ് കുളി, ദാനം, കൃച്ഛാന്ദ്രായണാദി തപസ്സുകള്, ബാല്യാദി അവസ്ഥ, ശക്തി, പുതിയ പൂണൂല് ധരിക്കുക, ഇങ്ങനെയുള്ള സംസ്കാരം. ഈ വക പ്രവൃത്തികൾ മനസ്സുകൊണ്ട് എന്നെ ധ്യാനിക്കുന്നതും ഒക്കെ ശുദ്ധിക്ക് കാരണമാണ്. പരോപദ്രവവാദികൾ ഒട്ടും സംഭവിക്കില്ല എന്നാണ്. ലോകത്തിന് ഉപകാരം മാത്രമേ സംഭവിക്കുള്ളൂ ഇങ്ങനെ വന്നാൽ. അങ്ങനെ നല്ല വിശ്വാസമുള്ള കർമ്മം മാത്രമേ ചെയ്യാവൂ. ഇത് ബ്രാഹ്മണാദി സകല വർണ്ണങ്ങൾക്കും, ബ്രാഹ്മണനാവട്ടെ, ക്ഷത്രിയനാവട്ടെ, വൈശ്യനാവട്ടെ, ശൂദ്രനാവട്ടെ, അവർക്കെല്ലാവർക്കുമുള്ള നിയമമാണ്. ഇങ്ങനെയല്ലാത്ത കർത്താവ് എന്നും അശുദ്ധനാണ് എന്നും ഭഗവാൻ അവിടെ പറഞ്ഞു നിർത്തുന്നു. ആ ഭാഗത്തോടുകൂടി 14-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. 15-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ
കൂടാതെ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.